കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടത് കൊണ്ട് ഞാൻ സംഹാരദൂതന്, ഇനിയിപ്പം സംഹാരദൂതൻ എന്നെ കടന്നുപോയി. അത് ശരിയാണ്, സംഹാരദൂതൻ കടന്നുപോയാലും പിന്നെ ഫറവോന്റെ രാജ്യത്ത് നിന്നാൽ സംഹാരദൂതൻ പിടിച്ചില്ലെങ്കിലും ഫറവോൻ പിടിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഹാരദൂതന് നിങ്ങളുടെ മേൽ അവകാശമില്ല. പക്ഷേ പിന്നെ തത്തിപ്പത്തി മിസ്രൈമിൽ നിൽക്കുകയാണെങ്കിൽ ഫറവോൻ പിടിച്ചോണ്ട് പോകും. ഞാനിത് തമാശയ്ക്ക് പറയുന്നതല്ല, ഇത് വലിയൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മിസ്രൈമിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ, വിമോചനം പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് ശരിയാണ്, പക്ഷെ മിസ്രൈമിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ, ദൈവമാണ് ഇവരെ വീണ്ടെടുത്തത് വിടുവിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ മിസ്രൈമിൽ തുടരുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ നിങ്ങളുടെ രാജാവ് ആര് തന്നെയാണ്? ഫറവോൻ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പിന്നെയും പാപത്തിൽ തുടരുകയാണെങ്കിൽ പിശാചിന് അവരുടെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് ആണ് വാസ്തവത്തിൽ ഈ ചെങ്കടൽ കടന്ന് ഫറവോന്റെ രാജ്യത്തിൽ നിന്ന് അപ്പുറത്തെ രാജ്യത്തിലേക്ക് പോകാൻ, പിന്നെ വേണമെങ്കിലും മടങ്ങി വരാം, അത് വേറെ കാര്യം. പക്ഷേ മടങ്ങിപ്പോയില്ലെങ്കിൽ ഇവനെ കയറിപ്പിടിക്കാൻ പിശാചിന് അധികാരമില്ല. മടങ്ങിപ്പോകണമെന്നുള്ള മോഹമുള്ളവര് എവിടെയും ഉണ്ട്, മരുഭൂമിയിലെ സഭയിലും ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ മടങ്ങിപ്പോവുകയും ചെയ്യാം. ഞാനതാ പറഞ്ഞത്. അതായത് ചെങ്കടൽ കടന്നതുകൊണ്ട് ഇനി മേലാൽ ഫറവോൻ അങ്ങോട്ട് കയറ്റത്തില്ലെന്ന് ആരും ചിന്തിക്കണ്ട. ചെന്നാൽ ചിലപ്പോൾ പൊന്നുപോലെ അയാള് സ്വീകരിച്ചെന്നിരിക്കും. കാര്യം അയാൾക്കിപ്പം ഇഷ്ടിയ പണിയാൻ ആളില്ലാതെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ ഫറവോൻ ഒരിക്കലും ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ ടെറിറ്ററി വിട്ടിട്ട് വന്നിട്ട് പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ഇനി ഇരുട്ടിന്റെ ശക്തികൾ വന്നിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ പിടിച്ചോണ്ട് പോകും. നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. ഇതൊരു ആത്മീകമായ യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേണമെങ്കിൽ എനിക്ക് മിസ്രൈമിനെ മോഹിച്ച്, മിസ്രൈമിനോടുള്ള മോഹം കൊണ്ടാണല്ലോ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്നത്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിച്ച് കനാൻ നാട്ടിലേക്ക് പോകാനാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഇനി സ്പർശിക്കുവാൻ മിസ്രൈമിന് എന്റെ നേരെ വരാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇനിയിപ്പോൾ അവിടത്തേക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയില്ല. നമുക്ക് അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, പിന്നീട് അതേ ഭാഗം തന്നെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊലോസ്യ ലേഖനത്തിലേക്ക് വീണ്ടും വരാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവന് നമുക്ക് പാപമോചന എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ നമ്മളെ വീണ്ടെടുപ്പ് അതിലേക്ക് അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വീണ്ടെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതിൽ നിന്ന് നമ്മളെ വിടുവിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ മുമ്പിൽ 22-ാം വാക്യത്തില് അവന്റെ മുമ്പിൽ നമ്മൾ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നമ്മളെ അവന് നിർത്തേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ രണ്ടാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ അവിടെ കാണുമ്പോഴത്തേക്ക് അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിക്രമത്തിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മെ അവൻ എന്ത് ചെയ്തു? അവനോടുകൂടെ ജീവിപ്പിച്ചു, അവനോടുകൂടെ ഉയിർപ്പിച്ചു. ഇല്ലേ? 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 5-ാം വാക്യത്തിലാണ് അവനോടുകൂടെ, ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. അതായത് നമ്മൾ മരിച്ചു എന്നുള്ളതൊരു സ്വാഭാവിക പ്രവൃത്തിയാണ്. പക്ഷെ ഉയിർക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രവൃത്തിയല്ല, ഒരു ഇന്റൻഷണൽ ആക്ടാണ്. അത് ചെയ്യണമെങ്കിൽ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് ഉയിർക്കാൻ പറ്റിയാൽ എന്നെ ഉയിർപ്പിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ ഉയിർപ്പിച്ചിരിക്കുന്ന ആരോടുകൂടെയാണ്? യേശുവിനോട് കൂടെയാണ് ഉയിർപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഉയിർപ്പിന്റെ ശക്തിയിൽ മാത്രമേ എനിക്ക് ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മിസ്രൈമിൽ കഴിയാനാണെങ്കിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല, അത് പാപത്തിന്റെ ജീവിതമാണ്. പക്ഷെ ആ മിസ്രൈമിൽ നിന്ന് ആ പിതാവ് എന്നെ ഫറവോന്റെ രാജ്യത്ത് നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ എനിക്ക് തീർച്ചയായും ഇനിയിപ്പോൾ അവന്റെ രാജ്യത്തിൽ ജീവിക്കാനുള്ള കൃപ വേണം. ആ കൃപ വേണമെങ്കിൽ എനിക്ക് യേശുക്രിസ്തുവിനോടുകൂടെ ഉയിർപ്പിച്ചപ്പോൾ ലഭിച്ച ആ ഒരു പുതിയ ജീവിതമുണ്ടല്ലോ, ആ പുതിയ ജീവിതത്തിൽ മാത്രമേ എനിക്ക് അങ്ങനൊരു ജീവിതം കഴിയത്തുള്ളൂ. ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ എനിക്ക് ഒരിക്കലും പഴയ ജീവിതം കൊണ്ട് കഴിയില്ല.
അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. പക്ഷെ അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയും നമുക്കൊരു പുതിയ ജീവൻ, അവനോടുകൂടെ ഉയർപ്പിച്ച ആ പുതിയ ജീവനിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. മിസ്രൈമിൽ ജീവിച്ചപ്പോൾ എനിക്ക് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. കാര്യം ഞാൻ ഫറവോന്റെ അടിമയായി ജീവിച്ചാണ്. പക്ഷെ ഇപ്പോൾ അടിമ ജീവിതം അവസാനിച്ചു, എനിക്കൊരു പുതിയ ജീവൻ കിട്ടി. പുതിയ രാജ്യത്തിൽ പഴയ ജീവിതം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പുതിയ രാജ്യത്തിൽ പുതിയ ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് വീണ്ടും ജനനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും വീണ്ടും ജനനത്തിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാൻ അവിടെ 2 ജീവിതമാണ് പറയുന്നത്. ഒന്ന്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ലഭിക്കുന്നതായ ജീവൻ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നതായ ഒരു വ്യക്തി, ഏത് മനുഷ്യനും ഫ്ലൂയിഡിലാണ് ജനിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ലൈഫിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, നമ്മുടെ നോർമൽ ലൈഫ്. പക്ഷെ ആ നോർമൽ ലൈഫ് കൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വീണ്ടും ജനനം അനിവാര്യമാകുന്നത്. എനിക്കിവിടെ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറ്റുന്ന ഒരു വലിയ പ്രോബ്ലം എന്തെന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടൊക്കെ പലപ്പോഴും ഈ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ. അത് നടക്കില്ല. കാരണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആണ്. അതൊരു സ്പിരിച്വൽ ലോകം, ഒരു ആത്മീയ ലോകമാണ്, ആത്മാവിന്റെ ലോകമാണ്. ആത്മാവിനാൽ ജനിച്ചവന് മാത്രമേ ഈ ആത്മീയ ജീവിതം ജീവിക്കാൻ കഴിയുള്ളൂ. ജഡത്താൽ ജനിച്ചപ്പോൾ എന്നിലുണ്ടായിരുന്ന ശക്തിയുടെ മാക്സിമം ശക്തി ആദാമിന്റെ ശക്തിയാണ്. ഞാൻ ആദാമ്യ പ്രകൃതിയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ദൈവം ഒരു പുതിയ സ്റ്റാൻഡേർഡ് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അതനുസരിക്കാൻ പറ്റുന്നത്? എനിക്കതനുസരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാര്യം എന്റെ ജനനം തന്നെ എങ്ങനെയുള്ള ജനനമാണ്? ആദാമ്യ ജനനമാണ്. ആദാമ്യ ജനനം കൊണ്ട് എനിക്ക് ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആദാമ്യ ജന്മത്താൽ എനിക്ക് ലഭിച്ച പഴയ മനുഷ്യനെ ക്രൂശിച്ചിട്ട് ആത്മാവിൽ, അവിടെയാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ജനനം നടക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും. ആത്മാവിലുള്ള ജനനമാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ആത്മപ്രകൃതമാണ്, ആദാമ്യ പ്രകൃതിയല്ല. ആദാമ്യ പ്രകൃതി കൊണ്ട് ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പരാജയമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എത്രയോ പരിശ്രമിച്ചു നോക്കി. നമ്മൾ എത്രയോ നമ്മുടെ ശരീരം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ നമ്മൾ തീരുമാനമെടുക്കുക എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിനെ, ആത്മാർത്ഥതയുള്ള കാര്യം ഞാൻ പറയുന്നത്, അല്ലാത്തൊരു കള്ളന്മാരുടെ കാര്യം പോട്ടെ. ആത്മാർത്ഥതയുള്ള ആളുകളെല്ലാം എല്ലാ ദിവസവും രാവിലെ പറയും, ഇന്ന് ഞാനത് ചെയ്യത്തില്ല, ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല എന്ന് 10 പ്രാവശ്യം പറയും. 10 മണിക്ക് മുമ്പ് 10 പ്രാവശ്യം തെറ്റുകയും ചെയ്യും. എന്തുകൊണ്ടാ? കാരണം നമ്മൾ പരിശ്രമിക്കുന്നത് ആദാമ്യ പ്രകൃതത്തിലാണ്, ആത്മാവിലല്ല. ആത്മാവിനാൽ ജനിച്ച ജീവിതം ഒരു യാഥാർത്ഥ്യമായി തീരുമ്പോൾ മാത്രമേ അവൻ ആത്മീയ ജീവിതം ജീവിക്കാൻ കഴിയുള്ളൂ. നമുക്ക് വിജയം നേടാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, അതായത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ വീണ്ടും ജനനത്താൽ ലഭിച്ച പുതിയ സൃഷ്ടിയാവുകയാണ്. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് പഴയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവിലെ ജീവിതം ജീവിക്കാൻ നമ്മൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റ പുതിയ മനുഷ്യനെ ധരിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ്, ക്രിസ്തുവിന്റെ ജീവൻ എന്നിലേക്ക് പകരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചതും അടക്കപ്പെട്ടതും. അപ്പോൾ 8ാമതായിട്ട് നമ്മളിവിടെ വായിക്കുന്നത് വീണ്ടെടുപ്പിന്റെ ഭാഗമായിട്ട് അവൻ എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ നമ്മളെയും ഉയിർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ഉയിർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. എന്തിനാണ്? നാം ക്രിസ്തുവിനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടി. എന്നിട്ട് നമ്മൾ വീണ്ടും വായിക്കുമ്പോഴത്തേക്ക് അവിടെ കൊലോസ്യ ലേഖനത്തില് നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മൾ കാണുന്നു, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുക. അപ്പം എന്താണ്? അവൻ സ്നേഹിച്ചു, അവൻ മനസ്സലിഞ്ഞു, അവൻ ഇറങ്ങി വന്നു, അവൻ ക്ഷമിച്ചു, അവൻ പാപങ്ങളെ മോചിച്ചു, അവൻ വീണ്ടെടുത്തു, എന്നിട്ട് അവൻ നമ്മളെ ഉയിർപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യമൊക്കെ തിരിച്ചറിയുന്നത് തന്നെ.
ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കർത്താവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊന്നും അത്ര അവയർന്നല്ലായിരുന്നു. പക്ഷെ അവന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ എന്നെ സ്നേഹിച്ചല്ലോ നോക്ക്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അവൻ എന്നോട് മനസ്സലിവ് കാണിച്ചല്ലോ, അവൻ ഇറങ്ങി വന്നിട്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കത് അറിയാൻ വയ്യാത്തപ്പോൾ പോലും അവനത് ചെയ്തതാണ് അവന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മളൊക്കെ ആരെങ്കിലും സ്നേഹിച്ചാൽ അത് നമ്മൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. നമുക്ക് ആരെങ്കിലും കൊടുക്കണമെങ്കിൽ അവരൊന്നും അറിയത്തില്ല, അവരറിയാതെ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ, അല്ലെ? പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത അല്ല, നമ്മളവനെ സ്നേഹിക്കുന്നതെന്ന് അറിയാൻ കഴിയാഞ്ഞപ്പോൾ പോലും അവൻ നമ്മളെ, അവന്റെ സ്നേഹത്തെ അറിയാൻ നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരുന്നപ്പോൾ പോലും അവൻ നമ്മളെ സ്നേഹിച്ചു. എന്നിട്ട് ഇവിടെ പറയാണ്, അവനെ വിടുവിച്ച് ഉയിർപ്പിച്ച്. വിടുവിക്കുക മാത്രമല്ല, വിടുവിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കാര്യം ഇതുവരെ ജീവിച്ച ഒരു ജീവിതം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എന്നെ എവിടെ ആക്കുന്നോ അവിടെ ചെന്ന് ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് എന്നെ വിടുവിക്കുക മാത്രമല്ല, എനിക്കൊരു പുതിയ ജീവനോട് തന്നു. അതിനാണ് അവൻ എന്നെ എന്ത് ചെയ്തത്? എന്നെ ഉയിർപ്പിച്ചത്. അവനോടുകൂടെ ഉയിർപ്പിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അവിടെ ഞാൻ പറഞ്ഞത് ഈ ട്രാൻസ്ലേറ്റഡ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്നത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കുള്ള ഒരു പലായനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരിടത്തുനിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള ഒരു കൂട്ട പലായനത്തെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ലേറ്റഡ് അല്ലെങ്കിൽ ആക്കി വെച്ചു, പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അതായത് ഇതുവരെയും ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്ന നമ്മളെ കൂട്ടത്തോടുകൂടി അവൻ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. അവിടെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും, ആക്കി വെച്ചു എന്നുള്ള വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഫറവോന്റെ രാജ്യം വിട്ടതുകൊണ്ട് മാത്രമല്ല, ഫറവോന്റെ രാജ്യം വിട്ടിട്ട് പുത്രന്റെ രാജ്യത്തിലേക്ക് കയറി അവിടോട്ട് ചെല്ലുകയും വേണം. നമ്മളെ കർത്താവ് ഫറവോന്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ചിട്ടൊരു നോമാൻസ് ലാൻഡിലേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത്. പല ആളുകൾക്കും പറ്റിയിരിക്കുന്ന പ്രശ്നം, നമ്മൾ ഈ ഒരു ഫ്രേസ് മലയാളത്തിലുണ്ട്, ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാത്തൊട്ട് എത്തിയുമില്ല എന്ന്. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല, വഴിയിലാകുന്ന ഒരു സ്റ്റേജ്. പല ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ ഈ ഒരു നോമാൻസ് ലാൻഡിൽ കഴിയുന്നത് ആണ് ഭയങ്കര അപകടം ഉണ്ടാകുന്നത്. അവർക്ക് അവർ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ചില ആളുകളൊക്കെ ആ അവസ്ഥ നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അവിടെയാണ് വേർപാടെന്ന് പറയുന്നത് ഒരു നോമാൻസ് ലാൻഡിലേക്കല്ല. വേർപാട് എന്ന് പറയുന്നത് പുത്രന്റെ രാജ്യത്തിലേക്കാണ്. അതായത് പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് എന്താണ് യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. യാത്രയിൽ എന്ന് പറയുമ്പോൾ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തില് ആക്കി വെക്കുകയും, ചിലർ പിശാചിന്റെ രാജ്യം വിട്ടിട്ടുണ്ട്, പക്ഷേ പുത്രൻ രാജ്യത്തിൽ എത്തിയിട്ടില്ല. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. പലർക്കും അവർ ചില പറയും, ബ്രദറെ ഞാൻ ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, കള്ളുടിയൊക്കെ മാറി കേട്ടോ, എല്ലാ കാര്യങ്ങളുമൊക്കെ ഞാനതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പം ഒരു ആത്മീയ പാതയിലാണ്. ഈ ആത്മീയ പാതയിൽ നിന്ന് എവിടെ ചെല്ലും ആർക്കറിയാം? അങ്ങനെ പാതയിൽ നിൽക്കാനാ. പാത എന്ന് പറഞ്ഞാൽ, അതാ പറഞ്ഞ ഞാൻ പെരുവഴിയിലാന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഷയാണത്. ആത്മീയ പാതയിലാണെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ആത്മീയ പാതയിലാണെന്ന്. പെരുവഴിയില, അല്ലാതെ എവിടെയാ? എന്റെ പ്രിയമുള്ളവരെ, ചെങ്കടൽ വിട്ട് കഴിഞ്ഞാൽ അവന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വഴി കിടക്കുകയല്ല വേണ്ടത്.